2024 മാർച്ചിലെ SSLC, GHSLC പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി 2970 സെൻറ്ററുകളിലായി 4,27,153 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈവറ്റ് വിഭാഗത്തിൽ 118 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെൻറ്ററുകളിലായി 2,944 വിദ്യാർത്ഥികൾ GHSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിലെ 60 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 4/3/2024 മുതൽ 25/3/2024 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 70 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആകെ 10,863 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തിയാക്കി പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലിക്കിടയിലും പരീക്ഷാ കമ്മീഷണറോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിൻ്റെ പേര് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ്. 4 വെബ്സൈറ്റിൻ്റെ പേര്. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയശതമാനം 99.69%. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.7 എന്നായിരുന്നു. കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. 71,831. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,000. കഴിഞ്ഞ വർഷത്തെ എണ്ണം 68,604 കഴിഞ്ഞ വർഷം 68,604. ഞാൻ എഴുതാൻ എളുപ്പത്തിന് അക്കങ്ങൾ പറയുമായിരുന്നു, പക്ഷേ പറഞ്ഞാൽ വേറെ പ്രശ്നമാണല്ലോ. വർധനവ് 3,227. 3,227. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ.
പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 94. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 66. വിജയ ശതമാനം 70.21%. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 24. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 14. വിജയ ശതമാനം 58.33%. SSLC പരീക്ഷയിൽ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം. %99.92%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം. 99.08%. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല 100%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 99%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. (4934 വിദ്യാർത്ഥികൾ). കഴിഞ്ഞ വർഷവും 4934. കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു. 4856 വിദ്യാർത്ഥികളാണ് അന്ന് A+ കിട്ടിയത്. ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 533. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 516. വിജയ ശതമാനം 96.81%. 3 ഗൾഫ് സെൻറ്ററുകളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. ദി മോഡൽ സ്കൂൾ അബുദാബി, ദി ഇന്ത്യൻ സ്കൂൾ ഫുജൈറ, ദി ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ. ലക്ഷദ്വീപ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 9. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 285. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 277. വിജയ ശതമാനം 97.19%. അവിടെ 100% വിജയം നേടിയ 6 സ്കൂളുകളുണ്ട്. ഷഹീദ് ജവാൻ മുത്തുക്കോയ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂൾ അമിനി, ഗവൺമെൻറ് ഹൈസ്കൂൾ ചെത്തരത്ത്, ഗവൺമെൻറ് ഹൈസ്കൂൾ അഗത്തി, ഗവൺമെൻറ് സർദാർ പട്ടേൽ സീനിയർ സെക്കൻഡറി സ്കൂൾ കൽപ്പേനി, ഗവൺമെൻറ് ഹൈസ്കൂൾ മിനിക്കോയ്, ഗവൺമെൻറ് ഹൈസ്കൂൾ കടമത്ത്. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്റർ PKMM HSS എടരിക്കോട് മലപ്പുറം. വിദ്യാർത്ഥികളുടെ എണ്ണം 2085. കഴിഞ്ഞ വർഷം അവർക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം 1876 ആയിരുന്നു.
ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് 5 സെൻറ്ററുകളുണ്ട്, ഒരാൾ വീതമേ ഉള്ളൂ. HMHSS രണ്ടാർക്കര എറണാകുളം, ഗവൺമെൻറ് HSS കുറ്റൂർ തിരുവല്ല, NSSHS ഇടനാട്, ഹസൻ ഹാജി ഫൗണ്ടേഷൻ ഇൻ്റർനാഷണൽ HS തലശ്ശേരി, ഗവൺമെൻറ് HSS ശിവൻകുന്ന് മൂവാറ്റുപുഴ. THSLC പരീക്ഷ മാർച്ച് 2024. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 47. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 2944. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 2938. വിജയശതമാനം 99.8%. ഫുൾ A+ നേടിയവർ 534. SSLC ഹിയറിംഗ് ഇംപേർഡ് HI അതിൻ്റെ പരീക്ഷ മാർച്ച് 2024. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 29. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 224. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 224. 100% വിജയമാണ്. ഫുൾ A+ നേടിയവരുടെ എണ്ണം 48. THSLC ഹിയറിംഗ് ഇംപേർഡ് ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 2. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 8. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 8. വിജയം 100%. അവിടെ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളില്ല. AHSLC പരീക്ഷ മാർച്ച് 2024. സ്കൂളിൻ്റെ പേര് കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുതുരുത്തി. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 60. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 59. വിജയശതമാനം 98.33%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 1. മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ എണ്ണം. സർക്കാർ സ്കൂൾ 892. എയ്ഡഡ് സ്കൂൾ 1139. 1139. അൺഎയ്ഡഡ് സ്കൂൾ 443. കഴിഞ്ഞ വർഷത്തേക്കാൾ 100% വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് സ്കൂളുകൾ 59 എണ്ണത്തിന് കുറവുണ്ടായിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകളാണ് 52 എണ്ണത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകൾ 4 എണ്ണത്തിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിയ വിദ്യാലയങ്ങളുടെ ആകെ എണ്ണം കഴിഞ്ഞ വർഷം 2581 ആയിരുന്നു. ഈ വർഷം ആകെ 2474. 107 കുറവുണ്ട്. കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68,000
604 ആയിരുന്നു. എന്നാൽ ഈ വർഷം അത് 71,831 വർദ്ധിച്ചു. ദിനംപ്രതി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഏവിയേഷൻ ടൂറിസം മേഖലയിൽ മികച്ച ജോലി ലഭിക്കാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉത്തര കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ.